ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. എന്നാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിൽ നടക്കാൻ പോകുന്നത് അതിശയകരമായ മാറ്റങ്ങളാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് നമ്മൾ മദ്യപാനം നിർത്തുകയാണെങ്കിൽ നമ്മുടെ ലിവറിന് മാത്രമേ ഗുണമുള്ളൂ എന്നാണ്. എന്നാൽ നിങ്ങളുടെ തലച്ചോറിന്, നിങ്ങളുടെ ചർമ്മത്തിന്റെ ഭംഗി, അതുപോലെ നിങ്ങളുടെ കൃത്യമായ ഉറക്കം, അത് മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് വരെ മാറും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾ മുതൽ മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് സയൻസ് സഹിതം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ഇറ്റോൾ ക്ലബ്. നിങ്ങൾ കുടിച്ച ആൽക്കഹോളിന്റെ അവസാനത്തെ സിപ്പില്ലേ, ആ സിപ്പ് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലിവർ നിങ്ങളുടെ ആൽക്കഹോളിലുള്ള വിഷാംശങ്ങളും പഞ്ചസാരയും വേർതിരിക്കുന്ന കഠിനമായ ജോലിയിൽ ഏർപ്പെടും. യഥാർത്ഥത്തിൽ എഥനോൾ എന്ന് പറയുന്ന തന്മാത്രയാണ് നമ്മളെ മദ്യപിച്ച അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇത് ഗ്ലൂട്ടാമേറ്റ് ന്യൂട്രോ ട്രാൻസ്മിറ്ററുകളുമായി ബന്ധപ്പെടുകയും തലച്ചോറിന്റെ പ്രവർത്തന വേഗത പതുക്കെയാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായാണ് സംസാരിക്കുമ്പോൾ നാക്ക് കുഴയുന്നതും ബാലൻസ് തെറ്റുന്നതുമെല്ലാം. മദ്യപാനം നിർത്തി 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ശരീരം തളരാൻ തുടങ്ങും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ രക്തത്തിലുള്ള മദ്യത്തിന്റെ അംശത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അതികഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിന്റെ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറാനായിട്ട് ഏകദേശം 6 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ ശരീരം കൂടുതൽ വിശ്രമം ആവശ്യപ്പെടും. ഇനി നമുക്ക് മദ്യം കഴിച്ച് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. മദ്യപിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ സമാധാനമായി വളരെ സന്തോഷത്തോടുകൂടി പീസ്ഫുൾ ആയിട്ട് ഉറങ്ങുകയാണെന്ന്. എന്നാൽ നല്ല ഉറക്കമല്ല നമ്മൾ ഉറങ്ങുന്നത്. നമ്മുടെ തലച്ചോറിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആൽക്കഹോൾ നമ്മുടെ തലച്ചോറിനെ പറ്റിച്ചിട്ട് നമ്മൾ ഉണർന്നിരിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആൽഫ തരംഗങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ കുടി നിർത്തി കറക്റ്റ് 24 മണിക്കൂർ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീണ്ടും ശക്തമാവുകയും വൈറസുകൾക്കെതിരെ പോരാടാനായിട്ട് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ സ്ഥിരമായി മദ്യപിക്കുന്നവർക്കാണ് ഈ 24 മണിക്കൂറിനുള്ളിൽ തന്നെ വിഡ്രോവൽ സിംറ്റംസ് കാണപ്പെടുക. സ്ഥിരമായി മദ്യപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം വീണ്ടും ആൽക്കഹോളിനായിട്ട് ദാഹിക്കും. ആ സമയത്താണ് നമ്മുടെ കൈകാലുകൾ വിറയ്ക്കുക, നെഞ്ചെടുപ്പ് കൂടുക, ഉത്കണ്ഠ ഉണ്ടാവുക, വിയർക്കുക, അതുപോലെ നമ്മൾ ഛർദ്ദിക്കുക എന്നീ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ തനിയെ ഇല്ലാതെയാവും. ഇനി നമുക്ക് മദ്യപാനം നിർത്തി ആദ്യത്തെ ഒരാഴ്ച നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. നിങ്ങൾ മദ്യപിക്കാതെ 3 മുതൽ 5 ദിവസം വരെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ ഒരു നോർമൽ ലെവലിലേക്ക് വരുന്നതായി കാണാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ആയാസം കുറയ്ക്കുകയും നമ്മൾ കൂടുതൽ ശാന്തനായി കാണപ്പെടുകയും ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ പീസ്, കാം ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന അമിതമായ വിശപ്പ് ഇല്ലാതാവുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഒരു പെഗ് മദ്യത്തിൽ ധാരാളം കലോറികളാണ് അടങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ കൊഴുപ്പായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുക. അതുകൊണ്ട് കുടി നിർത്തുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലുള്ള കൊടവയർ, അതുപോലെ അമിതവണ്ണം ഒക്കെ വേഗം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്ത പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ സ്കിന്നിലാണ്. ആൽക്കഹോൾ ശരീരത്തിലെ ആന്റി ഓക്സിഡേറ്റീവ് ഹോർമോണിന്റെ അളവ് കുറച്ച് കടുത്ത നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ 7 ദിവസം കൊണ്ട് ഈ ഹോർമോൺ സാധാരണ നിലയിലേക്ക് എത്തുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലം അവിടെ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യും. അതോടുകൂടി നിങ്ങളുടെ ചർമ്മം കുറച്ചും കൂടെ തിളക്കമാർന്നതും യങ് ആയതുമായി മാറും. നിങ്ങൾ തന്നെ മൊത്തത്തിൽ ഒരു ചെറുപ്പക്കാരനെ പോലെ തോന്നും. ഇനി നമുക്ക് ഓർഗൻ റീജനറേഷനെ കുറിച്ച് നോക്കാം. അതായത് മദ്യപാനം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ ആന്തരിക അവയവങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നോക്കാം. 2 ആഴ്ച മുതൽ 1 മാസം വരെയുള്ള സമയം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ സ്വയം സുഖപ്പെടുത്താൻ തുടങ്ങും. അതായത് സെൽഫ് റിപ്പയറിംഗ് സ്റ്റേജിലേക്ക് എത്തും. നമ്മുടെ തലച്ചോറിൽ കേടുപാടുകൾ വന്ന പല ന്യൂറൽ കണക്ഷനുകളും വീണ്ടും ശരിയാവും. അതുവഴി നമുക്ക് ഓർമ്മശക്തിയും ചിന്താശേഷിയും തിരിച്ചു കിട്ടും. ഇനി നമ്മുടെ വൃക്കകൾ നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ലെവല് കൃത്യമായി നിലനിർത്താൻ തുടങ്ങും. ഇനി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ലിവറിനാണ്. മദ്യത്തിന്റെ അമിതഭാരമില്ലാതെ ശരീരത്തിലുള്ള മറ്റ് ടോക്സിൻസ് ഈസി ആയിട്ട് ലിവറിന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 1 മാസം കൊണ്ട് ലിവറിലെ കോശങ്ങൾ വീണ്ടും പഴയ പോലെ ആകുകയും അത് പഴയതുപോലെ പ്രവർത്തിക്കാനും തുടങ്ങും. ഇനി മദ്യപാനം നിർത്തി ഏകദേശം 2 മാസം തികയുമ്പോൾ നമ്മുടെ ഹൃദയാഘാതത്തിനുള്ള സാധ്യത ഗണ്യമായ രീതിയിൽ കുറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മദ്യം ക്യാൻസറിന് കാരണമാകുന്ന ഒരു ക്യാൻസിനേജൻ കൂടിയാണ്. മദ്യപാനം നമ്മൾ നിർത്തി കഴിയുമ്പോൾ നമ്മുടെ അന്നനാളത്തിൽ വരുന്ന ക്യാൻസർ, അതുപോലെ ലിവർ ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് മദ്യപാനം നിർത്തുക എന്നത്. ആദ്യത്തെ 24 മണിക്കൂറിലെ ബുദ്ധിമുട്ടുകൾ മാറി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തലച്ചോറ്, കരള്, ഹൃദയം, വൃക്ക, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ, നമ്മുടെ ചർമ്മം എന്നിവയെല്ലാം മെച്ചപ്പെട്ട രീതിയിലേക്ക് വരാൻ തുടങ്ങും. ഇനി ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഔട്ട്.